ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷം ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോയപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഫുഡ് വയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ട് എല്ലാം തീർന്നിരിക്കുകയായിരുന്നു. ഒന്നും വാങ്ങിച്ച് വെച്ചിട്ടൊന്നുമല്ല പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലേക്കും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് പോകുമ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആട്ടോ. ഇങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ കൂടുതലും ലുലുവിലേക്കാണ് കേട്ടോ പോവുക. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് പോരുകയും ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ 3-4 കടകളിലൊക്കെ ആയിട്ട് കയറേണ്ടി വരില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ലുലുവിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുട്ടികളുടെ സെക്ഷനിലേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. വൈബ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു മോന്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഈ വോയുടെ വൈബ്സ് ആദ്യം സെബാമെണ്ട യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 1 ഇയർ വരെ. പിന്നെ ഞാൻ വോയുടെ ആട്ടോ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട്. ഞാൻ വോയുടെ 99% വാട്ടറിൻ്റെ വൈബ്സായിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ അത് തീർന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒരെണ്ണം എടുത്തിട്ട് ഈ ഒരു ടൈപ്പാട്ടോ ഞാൻ എടുത്തത്. പിന്നെ ടൂത്ത് പേസ്റ്റ് എടുക്കാനുണ്ടായിരുന്നു മോന് വേണ്ടിയിട്ട്. 0 to 2 ഇയേഴ്സിൻ്റെ അക്വാ ഫ്രഷിൻ്റെ ടൂത്ത് പേസ്റ്റ് ആട്ടോ ഞാൻ എടുക്കാറുള്ളത്. അത് രണ്ടും എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നോക്കിയെടുക്കണം. അപ്പോൾ നാളെ തൊട്ട് മോൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ നാട്ടിൽ പോയിട്ട് ഒരാഴ്ചയായിട്ട് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ക്ലാസ് അവളുടെ മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ പാല്, തൈര് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ വേഗം ബില്ലടിച്ചിറങ്ങി. കാരണം നമ്മൾ ഒരു ദിവസമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവാനും പറ്റില്ല. നാളെ രാവിലെ സ്കൂളുണ്ട് മോൾക്ക്. അപ്പോൾ നേരത്തെ എണീക്കണം. അതുകൊണ്ട് അധിക സമയം അങ്ങനെ ലുലുവിൽ നിന്നൊന്നുമില്ല. സാധനങ്ങൾ എടുത്തിട്ട് വേഗം പോയി. പിന്നെ ബില്ലൊക്കെ അടിച്ചിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഞാൻ അവർ വരണമെന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആട്ടോ ഇത്. ഫുഡ് വയ്ക്കണതിൻ്റെ വീഡിയോ. അപ്പോൾ ആദ്യം ഞാൻ ചിക്കനാട്ടോ വയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു 3-4 പച്ചമുളക്, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു സബോള. ഇനി അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് മതി. അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഇത് നമ്മൾ അരച്ചെടുക്കും കേട്ടോ. ഈ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ കൂടെ 2-3 ഇൻഗ്രീഡിയൻസും കൂടി കൂട്ടിയിട്ട് നമ്മളിത് അരച്ചെടുക്കുക ചെയ്യുക, പേസ്റ്റ് പോലെ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടുക. എന്നിട്ട് ചൂടാറിയിട്ട് അത് അരച്ചെടുക്കണം. ഇനി ഇപ്പം ഞാൻ ചിക്കൻ കഴുകുക കേട്ടോ, അത് ചൂടാറുന്ന സമയം കൊണ്ട്. അപ്പോൾ ചിക്കൻ അവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ ചിക്കനും ബീഫുമാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ രണ്ടിലേക്കും കൂടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അതൊക്കെ അവിടെ ചോപ്പ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഇടാനുണ്ട്. കുറച്ച് ജീരകം, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കണം കേട്ടോ. ഇനി വീണ്ടും ആ ഉരുളി തന്നെ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 2 മീഡിയം വലുപ്പത്തിലുള്ള സബോള ചോപ്പ് ചെയ്തതാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഇവിടുത്തെ വെളുത്തുള്ളി വലിയ അല്ലിയായിട്ടുള്ള വെളുത്തുള്ളി ആട്ടതാണ് ഇത്രയും വലിപ്പം തോന്നുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ ഓൾറെഡി അതിൽ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി അത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്ന് പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയൊരു തക്കാളി അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. ഇനി മസാലയൊക്കെ നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് പച്ചമണമൊക്കെ നന്നായിട്ട് മാറി ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ചിക്കൻ അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് മസാലയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇനി ആ ചിക്കൻ ഒരു പകുതി വേവായി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാലയില്ലേ നേരത്തെ, ആ മസാല ആ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഒന്ന് ആ മസാലയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഇത്ര ഉള്ളൂ കേട്ടോ ചിക്കൻ കറി. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ബീഫ് കഴുകിയെടുക്കുന്നുണ്ട്. അത് കഴുകിയിട്ടൊന്ന് കുക്കറിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഒരു 4-5 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ബീഫിലേക്കുള്ള മസാല റെഡിയാക്കുക. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഒരു 3-4 സബോള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ഇത്തിരി ഗ്രേവി ടൈപ്പല്ല, ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കണം, കുറച്ച് ഗ്രേവി ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ സബോള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് മീറ്റ് മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, ഇത്രയൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കുക. ഇനി ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഒരു വലിയ തക്കാളി ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുത്തു. ഇനി ഈ ബീഫിലത്തെ വെള്ളം നന്നായിട്ട് വറ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു റോസ്റ്റ് പരുവത്തിലാട്ടോ ഞാൻ ബീഫ് റെഡിയാക്കി എടുത്തത്. ഗ്രേവി തീരെ ഉണ്ടായിരുന്നില്ല, അതായത് വെള്ളം പോലുള്ള ഗ്രേവി ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് മസാല വറ്റിച്ചെടുക്കുക ചെയ്തത്. ഇപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ബീഫിൻ്റെ ഇതായിരുന്നു. നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടല്ല എടുത്തേ, മസാല ഉണ്ടായിരുന്നു എന്നാൽ കുറച്ച് ഡ്രൈ ആക്കി അങ്ങനെയാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറികൾ രണ്ടും റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വന്നിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.